തുടക്കം തൊട്ട് ചരണം വരെ അതിഗംഭീരം. സൂപ്പറായിട്ട് പാടി. ചരണം വന്നപ്പോൾ മോളൊരാട്ടമാടി. അത് വേറൊന്നുമില്ല, ശ്രുതി. പൂ തേടി തേടി അവിടെയാണ് ശ്രുതിയുടെ പ്രശ്നം വന്നത്. മോക്ക് അനുപല്ലവി വന്നില്ല, പക്ഷെ ചരണത്തിൽ ആ ഒരു ശ്രുതി പ്രശ്നം വന്നു. അത് കറക്റ്റായിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന് സലിൽത കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട് വയലിനാണ് മൊത്തം കൊടുത്തിരിക്കുക. പക്ഷേ എന്തൊരു റൂട്ടാണ്. കാരണം പാട്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ വയലിൻ സെക്ഷൻ, അതായത് സ്ട്രിങ് സെക്ഷൻ വേറെ സൈഡ് വഴി പോവാം. പക്ഷേ അതുമായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അറിയും. അപ്പോൾ അതിനകത്തൊരു ഇഞ്ച് ശ്രുതി പോയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു പോർഷൻ പാടിക്കും. കാടിന്റെ ഞാൻ പറഞ്ഞില്ലേ, മുളം കാടിന്റെ കിങ്ങിണി, കാടിന്റെ കിങ്ങിണി, കാടിന്റെ കിങ്ങിണി, ആ കുഴലുമായി തലപ്പൊലി വേണ്ടേ, കറക്റ്റ്. ആ തലവൃന്ദം വേണ്ടേ വേണ്ടേ, Good. പൂവ് തേടി തേടി പാടും കാറ്റേ. നേരത്തെ പാടിയോ പൂ തേടി തേടി ആ നോട്ട്സ് ഒക്കെ കുറച്ച് ഷാറ്ററിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റിൽ വന്നപ്പോൾ മേലെ പൂമലയിലും ഒരു പൊടി ശ്രുതി പാടിയത് അതിമനോഹരമായിരുന്നു. പക്ഷെ അപ്പൊ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ഇത് കൊണ്ട് കയറുമെന്ന്. പക്ഷെ നല്ലൊരു പാട്ട്, എല്ലാവർക്കും ഒരു സന്തോഷം, അതായത് എല്ലാവരും ഹാപ്പിയായി. നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരും ഒരു തുള്ളിച്ചാടുമായിരുന്നു അവിടുന്ന്. കാലയ്ക്ക് Thank you. കളിപ്പൂഞ്ചൊടി, കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ, വിളിപ്പട്ടു വേണ്ടേ, താളമേളം വേണ്ടേ വേണ്ടേ, സൂര്യകാന്തി മഴത്താലി വേണ്ടേ. കളിപ്പൂഞ്ചൊടി, കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ, വിളിപ്പട്ടു വേണ്ടേ, താളമേളം വേണ്ടേ വേണ്ടേ, സൂര്യകാന്തി മഴത്താലി വേണ്ടേ. കൺമണി പാടു പാടു നീ ചിലകട്ടെ, നീ വാ നീ വാ നീ വാ. സൂപ്പർ, ഫെന്റാസ്റ്റിക് പെർഫോമൻസ്. Thank you. എന്നെ ശരിക്കും ഒരു 20 വർഷത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഇത് പാടിയിരിക്കുന്നത് സബിത ചൗധരിയാണ്, സലിൽദയുടെ വൈഫാണ് ദാസേട്ടൻ്റെ ഒപ്പം. അപ്പം നമ്മൾ ഒരു ട്രിബ്യൂട്ട് ടു സലിൽ ചൗധരി ഷോ പാലക്കാട് നടത്തിയിരുന്നു. അപ്പം അന്ന് കേൾക്കാനായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമികളും വന്നിരുന്നു. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവരുടെയൊക്കെ മുമ്പിൽ പാടാൻ പറ്റിയതും. പിന്നെ ഡിന്നർ കഴിച്ചത് സബിത ചൗധരിയുടെയും അന്തര ചൗധരി മകളുടെ ഒപ്പമാണ്. മകളും സിംഗറാണ്. അപ്പം അങ്ങനെ ഒരുപാട് അന്നത്തെ കാലത്തെ വിശേഷങ്ങൾ ലതാജീനെ പാടിപ്പിക്കുന്നത്, സലിൽദയുടെ കുറേ പേഴ്സണൽ ലൈഫിലെ കഥകളൊക്കെ കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു. ആ ഒരു ദിവസത്തേക്ക് മോളെന്നെ ഒന്ന് കൊണ്ടുപോയി. കാരണം ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എന്നേക്കുമായിട്ട് എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു ഈവനിങ് ആണത്. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലിൽ ചൗധരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസ് ആണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഒരു ട്രൂ ബ്ലൂ ജീനിയസ് എന്ന് പറയാം. അങ്ങനെ ഒരു ജീനിയസ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവില്ല ആ ഒരു സ്റ്റൈലിൽ ചെയ്യുന്നത്. കാരണം ഫുൾ ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ്റെ മേലിലാണ് അദ്ദേഹം പാട്ടുണ്ടാക്കുന്നത്. അതല്ലാണ്ട് രാഗ ബേസ്ഡ് ആയിട്ടല്ല പാട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വേറൊരു ക്രിയേറ്റീവ്, എന്താ പറയുക, ഒരു നോൺ കൺഫോമിസ്റ്റ് കമ്പോസറാണ്. അപ്പം ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. Thank you. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.